അലാറം അടിക്കുന്നതിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. അഴിഞ്ഞുകിടക്കുന്ന മുണ്ട് വാരിച്ചുറ്റി തപ്പിത്തടഞ്ഞ് ഉറക്കച്ചടവോടെ ഫോൺ കയ്യിലെടുത്തു. മുറിയിലേക്ക് പുലർക്കാല വെളിച്ചം ജനൽ ഗ്ലാസിലൂടെ എത്തി നോക്കുന്നുണ്ട്. ജനൽ തുറന്നിട്ടപ്പോൾ വൃശ്ചിക കുളിർക്കാറ്റ് ചെറുതായി വീശി. നെറ്റ് ഓൺ ചെയ്ത് ആദ്യം വാട്സപ്പിൽ ടച്ച് ചെയ്തു. മെസ്സേജുകൾ കുറേ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്ന മെസ്സേജ് വന്നിട്ടില്ല. അല്ലെങ്കിലും നീ മടിയനാ, ഞാനല്ലേ എന്നും ആദ്യം മെസ്സേജ് അയക്കുന്നത്. പതിവ് തെറ്റിക്കുന്നില്ല, ഞാൻ തന്നെ അയക്കാം. ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ഹായ് ബാലു, ഗുഡ് മോർണിംഗ്. എണീറ്റോ നീ? ഇന്ന് ഞാനാണോ നീയാണോ വണ്ടി എടുക്കുന്നത്? നീ എടുത്താൽ മതി കേട്ടോ. നിന്റെ ബുള്ളറ്റിൽ പോകുന്നതിന്റെ സ്റ്റൈൽ എന്റെ പഴയ ബൈക്കിൽ പോകുമ്പോൾ കിട്ടൂല മോനെ. കവലയിൽ നിന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കാതോർത്തു നിൽക്കുന്ന തരുണീമണികളുണ്ട്. അവരെ ഞാനായിട്ട് നിരാശപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് നീ ബുള്ളറ്റ് എടുത്തു വാ. പതിവ് മെസ്സേജുകൾ ഓരോന്നും അയക്കുമ്പോഴും ഇതൊന്നും അവന്റെ ഫോണിലേക്ക് എത്തുന്നില്ലെന്നും കാണുന്നില്ലെന്നും ഉള്ള തിരിച്ചറിവ് പിന്നീടാണ് ഓർമ്മ വരിക. അവനില്ലാത്ത ലോകത്ത് അവന്റെ നമ്പറിലേക്ക് വീണ്ടും വീണ്ടും മെസ്സേജുകൾ അയക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 1 വർഷം തികയുന്നു. ബാലുവും ഞാനും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. കൂടപ്പിറപ്പുകളെ പോലെയായിരുന്നു ഞങ്ങൾ. അവന്റെ ആകസ്മിക മരണം എന്നെ വല്ലാതെ തളർത്തി. ഒരു ഭ്രാന്തനെ പോലെ കഴിഞ്ഞ ദിവസങ്ങൾ, പല ചികിത്സകൾ, വഴിപാടുകൾ. വീട്ടുകാരുടെ മനസ്സിൽ ഞാനൊരു വേദനയാണ്. അതോടൊപ്പം ബാലു. പണ്ടത്തെ പോലെ കളിചിരിയില്ല, മിണ്ടാട്ടമില്ല. എന്റെ സന്തോഷത്തിനു വേണ്ടി മാത്രം ടൂർ പ്ലാൻ ചെയ്തു. പല സ്ഥലങ്ങളിലും ചുറ്റിയടിച്ച് സന്തോഷത്തിൽ എല്ലാവരും മതിമറക്കുമ്പോൾ ഞാൻ മാറി നിന്നു. അവരുടെ സന്തോഷത്തിൽ കൂടാൻ എന്റെ മനസ്സ് പ്രാപ്തമല്ലായിരുന്നു. അനിയത്തി മീനൂട്ടി എന്റെ കയ്യിൽ പിടിച്ചെന്തൊക്കെയോ കളിതമാശകൾ പറയുന്നുണ്ട്. അവൾ തനിക്ക് നേരെ നീട്ടിയ ചോക്കോബാർ ഞാൻ നിരസിച്ചു. ഈ മുറിയിൽ ഏറെ സമയം ഒറ്റയിരിപ്പിരിക്കും. മൊബൈലിൽ സമയം കളയും. ഞാനും ബാലുവും കൂടുതൽ ചിലവഴിച്ച മുറിയാണിത്. അവന്റെ ഗന്ധം ഇവിടെ ചുറ്റുമുണ്ട്. ഷെൽഫിൽ വച്ചിരിക്കുന്ന ഫോട്ടോ എടുത്തു നോക്കി. വെള്ളാര കണ്ണുകളുള്ള സുന്ദരനായ തന്റെ സുഹൃത്ത് ബാലഗോപാൽ, എന്റെ ബാലു. ഞാനും അവനും തോളിൽ കൈയിട്ടു നിൽക്കുന്ന ഒരു സുന്ദര ഫോട്ടോ. കൈകളിലിരുന്ന് ഫോട്ടോ വിറച്ചു. തന്റെ കൺപീലിയിൽ നനവ് പടരുന്നുണ്ട്. ശരിക്കും കരയുമോ ഞാൻ? വേണ്ട, കരയാൻ പാടില്ല. എന്റെ കണ്ണീർ അവന് സഹിക്കാൻ കഴിയില്ല. ഞാൻ വിഷമിച്ചിരിക്കുന്നത് പോലും അവനിൽ വിഷമം വരുത്തും. കുറെ നേരം ഫോട്ടോയിലേക്ക് നോക്കിയിരുന്നു. പല കഥകളും പറയാനുള്ളതുപോലെ. ആത്മമിത്രമേ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ജനിക്കുമോ എന്റെ കൂടപ്പിറപ്പായി നീ? നീ എന്റെ മാത്രമായിരുന്നില്ല. എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയ എന്റെ സോദരനാണ് നീ. നമ്മുടെ അമ്മമാർ ആദ്യ പേറ്റുനോവ് അനുഭവിച്ചത് നമ്മളിലൂടെയായിരുന്നു. ഒരേ സമയം ഒരേ ആശുപത്രിയിൽ. അതുകൊണ്ടായിരിക്കണം സമീപ പ്രദേശത്തുള്ള നമ്മൾ ഇണപിരിയാത്ത സുഹൃത്തുക്കളായത്. ഇരട്ടകളാണെന്ന് പറഞ്ഞ് പലരും നമ്മളെ കളിയാക്കി. സുഹൃത്ത് ബന്ധത്തിന്റെ ആഴം കൂടിയപ്പോൾ സഹോദരങ്ങളെ പോലെയായി. സുഖദുഃഖങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ പങ്കുവച്ചത്. കൗമാരത്തിൽ എനിക്കാദ്യം പൊടിമീശ വന്നപ്പോൾ നീ കരുതേച്ച് നടന്നത് ഓർമ്മയില്ലേ? ബാലുവിന്റെ കണ്ണുകളിൽ നക്ഷത്രത്തിളക്കം അനുഭവപ്പെട്ടതുപോലെ. ഓർമ്മകൾ കേട്ടപ്പോൾ സന്തോഷം തോന്നിയോ ബാലു? എന്റെ ചോദ്യം കേട്ടപ്പോൾ അവനിൽ ഒരു പാൽപുഞ്ചിരി നിറഞ്ഞു. നീ എന്നെ വിട്ടുപോയിട്ട് 1 വർഷം തികയുന്ന ദിവസമാണിന്ന്. നീ ഞങ്ങളെ വിട്ടുപോയില്ലെന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ടാ ബാലു നിനക്ക് മുടങ്ങാതെ മെസ്സേജ് അയക്കുന്നത്. വാതിലിൽ ആരോ മുട്ടുന്നുണ്ട്. എടാ, എണീറ്റില്ലേ ബാബൂട്ടാ? അമ്മയുടെ ശബ്ദം. ഇപ്പൊ വരാം. എന്റെ മറുപടിയിൽ വാതിലിൽ മുട്ടുന്ന ശബ്ദം നിലച്ചു. അറിയാതെ ഒഴുകിയ കണ്ണീർ ചാലുകൾ തുടച്ചു. കരയാതിരിക്കാൻ ശ്രമിച്ചതാണ്. എന്നിട്ടും കണ്ണീർ ഞാൻ അറിയാതെ ഒഴുകി. അവൻ എപ്പോഴും ചിരിക്കുന്ന പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെ ഞാനും അതുപോലെ പ്രസന്നവദനായിരിക്കണം. മുഖത്ത് മ്ലാനത വരാൻ പാടില്ല.
അങ്ങനെ കണ്ടാൽ വഴക്കടിക്കും. അവന്റെ മുഖത്ത് സദാസമയവും പുഞ്ചിരി ഉള്ളതുകൊണ്ട് ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തെങ്കിലും കുരുത്തക്കേടുകൾ കാണിച്ചാൽ പോലും തല്ല് കിട്ടാറില്ല. എടാ ബാലു, നിന്റെ മുഖം കണ്ടാൽ എങ്ങനെയാ അടിക്കാൻ തോന്നുന്നത്? ടീച്ചേഴ്സിന്റെ അടിയിൽ നിന്നും രക്ഷപ്പെട്ട ദിനങ്ങൾ. ചിരിച്ചാൽ ആയുസ് ദീർഘിപ്പിക്കാൻ പറ്റും. അവൻ മിക്കവാറും പറയുന്ന ഡയലോഗാണത്. എന്നിട്ടും എപ്പോഴും ചിരിക്കുന്ന അവന് ആയുസ് നീട്ടിക്കിട്ടിയില്ല. ബാലു, നമ്മൾ നടന്ന ചെമ്മൺ പാതകൾ, ചാടിമറിഞ്ഞ കുളങ്ങളും കളിച്ചുല്ലസിച്ച പാടവും നിന്റെ വിയോഗത്തിൽ വിങ്ങിപ്പൊട്ടിയത് ഞാൻ അറിഞ്ഞു. എങ്ങും നിശബ്ദത മാത്രം. ഒരു ഉറുമ്പിന് പോലും നിന്റെ വിടവാങ്ങൽ ഉൾക്കൊള്ളാനാകുന്നില്ല. അപ്പോൾ എന്റെ അവസ്ഥയോ, നമ്മുടെ അമ്മമാരുടെയും മറ്റുള്ളവരുടെയും അവസ്ഥ സഹിക്കാൻ കഴിയുമോ? LKG മുതൽ ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അതും ഒരേ ബെഞ്ചിൽ. ഒരുപാട് സ്വപ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരേ സ്ഥലത്ത് ജോലിക്ക് പോകുന്നതും ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിക്കുന്നതും വിവാഹം കഴിക്കുന്നത് പോലും ഒരേ വീട്ടിലെ സഹോദരിമാരെയാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ ദൈവം ഞങ്ങളുടെ സന്തോഷത്തിലും അമിതാഗ്രഹത്തിനും ആയുസ് തന്നില്ല. ഈ സ്നേഹബന്ധം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല. എന്തിനാണ് എനിക്കെന്ന് ആ നശിച്ച പനി വന്നത്? പനിയും വിറയലും കാരണം തൊട്ടടുത്തുള്ള സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. വിവരമറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു വരികയായിരുന്നു ബാലു. ഓവർ സ്പീഡിൽ വന്ന അവന്റെ ബുള്ളറ്റ് ഒരു പ്രൈവറ്റ് ബസ്സിനെ ഇടിക്കുകയായിരുന്നു. തൽക്ഷണം എല്ലാം കഴിഞ്ഞു. ബാലു, എനിക്ക് വെറും പനിയായിരുന്നല്ലോ. അതിനായിരുന്നോ നീ ഇത്രമേൽ ധൃതി കാണിച്ചത്? വേണ്ടായിരുന്നു ബാലു. ഒന്നും, എന്റെ നശിച്ച പനി, അതാ എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ കാരണം. അപ്പോഴും ഫോട്ടോയിൽ ബാലുവിന്റെ പുഞ്ചിരിച്ച മുഖം. എന്താടാ ബാബു, നീ കരയുവാണോ? വേണ്ട, അത് വേണ്ട. ബാലുവിന്റെ പുഞ്ചിരിയോട് കൂടിയ ചോദ്യം. ഇല്ലടാ, ഞാൻ കരയുന്നില്ല. ഇല്ല. എങ്കിലും തികട്ടി വന്ന ഗദ്ഗതം ഞാൻ അമർത്തി ഒതുക്കി. നീ ഉള്ളിന്റെ ഉള്ളിൽ തേങ്ങുന്നുണ്ട്, എനിക്കറിയാം. സങ്കടപ്പെടരുത്. എന്റെ അച്ഛനും അമ്മയ്ക്കും കുഞ്ഞാറ്റയ്ക്കും നീയാണുള്ളത്. നീ ഞാൻ തന്നെയാണ്. ബാലുവിന്റെ ശബ്ദത്തിൽ നൊമ്പരമുള്ളതുപോലെ. എനിക്കറിയാം ബാലു, അറിയാം. ബാലു, സദനത്തിൽ നീ പോയിട്ട് കുറച്ചായി അല്ലേ ബാബു? ബാലുവിന്റെ ചോദ്യം വിഷമത്തിലാക്കി. നീ പറഞ്ഞത് സത്യം. കുറച്ചായി ആ വഴി പോയിട്ട്. ഫേസ് ചെയ്യാൻ വയ്യ. ഞാൻ എങ്ങനെ? മുഴുവൻ പറയാൻ എലിനുണ്ടായ ഗദ്ഗതം സമ്മതിച്ചില്ല. എടാ, ഒരു കാര്യം പറയട്ടെ. നീ ഞങ്ങളെ വിട്ടുപോയതിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്. എങ്കിലും നിനക്ക് അവിടെ ഇരുന്ന് സന്തോഷിക്കാം. കാരണം നിന്നിലൂടെ 2 പേർ ജീവിക്കുന്നുണ്ട്. നിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. അവർ ആരാണെന്നോ എവിടെയുള്ളവരാണെന്നോ അറിയില്ല. അത്തരം വിവരങ്ങൾ അധികൃതർ അറിയിച്ചിട്ടില്ല. പുറത്തുനിന്നും ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ജനൽ വഴി നോക്കി, ആരെയും കണ്ടില്ല. പതിവുള്ളതാണ് ഈ നേരത്ത് ആ ശബ്ദം. വീണ്ടും വാതിലിൽ മുട്ടുന്ന ശബ്ദം. എടാ ബാബു, വേഗം വാ. ബാലുവിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അമ്മയുടെ വിറയാർന്ന ശബ്ദം. അയ്യൽ കിടന്ന ടീഷർട്ട് വേഗം ധരിച്ചു. ബാലുവിന്റെ അച്ഛനെയും അമ്മയും എങ്ങനെ അഭിമുഖീകരിക്കും എന്ന ചിന്ത എന്നെ അലട്ടുന്നുണ്ട്. ഉമ്മറത്തെത്തിയപ്പോൾ എല്ലാരും തിണ്ണയിലിരിപ്പുണ്ട്. 1 വർഷം തികഞ്ഞിട്ടും കണ്ണീരോടുകൂടി ഇരിക്കുന്ന ബാലുവിന്റെ അമ്മ. ഒന്നിനും ശക്തിയില്ലാതെ പാവം അച്ഛൻ. ആകെ തളർന്നു പോയ കുഞ്ഞാറ്റ. എന്നെ കണ്ടതും ബാബുവേട്ട എന്ന് വിളിച്ച് കുഞ്ഞാറ്റ എന്ന് കെട്ടിപ്പിടിച്ചു. ഉറക്കെ തേങ്ങിക്കരയുന്നുണ്ട്. അവളെ സമാധാനപ്പെടുത്തുവാൻ എന്റെ ആശ്വാസവാക്കുകൾ പോരായിരുന്നു. എന്റെ അമ്മ അവളെ ആശ്വസിപ്പിച്ചു. ഞാൻ അവൾക്ക് സ്വന്തം ഏട്ടൻ തന്നെയായിരുന്നു. സയാമീസ് ഇരട്ടകൾ എന്ന് വിളിച്ച് അവൾ കളിയാക്കും. ബാലുവിനെ കാണുന്നത് പോലെ തന്നെ അവൾ എന്നെയും കാണുന്നത്. അതുകൊണ്ടാണ് അവൾ എന്നെ കണ്ടതും സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട് പൊട്ടിക്കരഞ്ഞത്. അമ്മേ, ഞാൻ ബാലുവിന്റെ അമ്മയുടെ തോളിൽ മെല്ലെ കൈവച്ചു. നിസ്സഹായതയെ പോലെ അമ്മ എന്നെ നോക്കുന്നുണ്ട്. ബലിയിട്ട് വരുന്ന വഴിയാ, അവന്റെ അച്ഛൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ മൂളി.
എന്നെ ഇറുകെ പുണർന്ന അമ്മയുടെ അരികിൽ ഞാനിരുന്നു. അവന് അമ്മയെ വേണ്ടാതായി. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവനെ പോലെ തന്നെ നീയും ഈ അമ്മയെ നിനക്കും വേണ്ടാതായി. വിളിച്ചാൽ നീയും ഫോൺ എടുക്കില്ല. 1-2 തവണ വിളിച്ചിട്ടുണ്ട്. സംസാരിക്കുവാനുള്ള വിഷമം കാരണം ഫോൺ എടുത്തില്ല. അതാണ് അമ്മ സൂചിപ്പിച്ചത്. 1 വർഷമായിട്ടും ഇതുതന്നെ അവസ്ഥ. എന്റെ അമ്മയോട് ബാലുവിന്റെ അച്ഛൻ പറഞ്ഞു, എന്നും വിഭവങ്ങൾ വെച്ച് വിളമ്പി കാത്തിരിക്കും. അവനു വേണ്ടി ഏതു സമയവും കണ്ണീർ ഒഴുക്കും. പൊട്ടിക്കരയുന്ന അമ്മയെ സമാധാനപ്പെടുത്താൻ വല്ലാതെ ബുദ്ധിമുട്ടി. ബാലു, നിന്നെ വിളിച്ചു. എപ്പോഴെങ്കിലും അധരങ്ങൾ വിറകൊണ്ടു. അമ്മയുടെ പതർച്ചയോടുള്ള ശബ്ദം എനിക്ക് സഹിക്കാനായില്ല. അമ്മ എന്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരയുകയാണ്. ഈ അമ്മയെ മറക്കല്ലേ മോനെ, ആരുമില്ല എനിക്ക്. കരയരുതമ്മേ. അമ്മയുടെ ഒരു മകനല്ലേ പോയുള്ളൂ, മറ്റേ മകൻ ഇവിടെ ഉണ്ടല്ലോ. എന്റെ സമാധാന വാക്കുകൾ അമ്മയുടെ മനസ്സിനെ തണുപ്പിച്ചു. എന്റെ നെറുകയിൽ അമ്മ ചുംബിച്ചു. അമ്മയുടെ കണ്ണീർ എന്റെ മൂക്കിന് മേൽ ഒലിച്ചിറങ്ങി. വാ പോകാം. അമ്മ നിനക്ക് വേണ്ടി എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അറിയോ. എന്റെ കൈ പിടിച്ചിട്ട് അമ്മ നടക്കാൻ തുടങ്ങി. ഞാൻ ഫ്രഷായിട്ട് വരാം, അമ്മ പൊയ്ക്കോളൂ, ഞാൻ പറഞ്ഞു. എന്റെ വാക്കുകളെ അവഗണിച്ച് കയ്യിൽ മുറുക്കെ പിടിച്ചു വലിച്ചു. ഒക്കെ അവിടെ ചെന്നിട്ട് മതി, അമ്മയുടെ മറുപടി. വായോ ഏട്ടാ, അമ്മയുടെ ആഗ്രഹമല്ലേ. കുഞ്ഞാറ്റയുടെ വാക്കുകളിൽ വിഷമം തികട്ടി. വാതിൽ പിടിച്ചു നിൽക്കുന്ന അമ്മയെ ഞാൻ നോക്കി. അമ്മ പുഞ്ചിരിയോടെ ചെല്ലടാ എന്ന ഭാവത്തിൽ തലയാട്ടി. അപ്പോഴും മുറുകെ തന്റെ കൈ പിടിച്ചു വലിക്കുകയായിരുന്നു ബാലുവിന്റെ അമ്മ. തന്റെ ഗേറ്റിന് വെളിയിൽ ആരോ നിൽക്കുന്നത് പോലെ. വെള്ളാരക്കണ്ണുകളുള്ള സുന്ദരനായ ഒരു യുവാവ്. സന്തോഷത്തോടെ എല്ലാം നോക്കി കാണുന്ന ബാലു. എന്റെ ബാലു സന്തോഷമായി എന്നവൻ പറയുന്നത് പോലെ തോന്നി. അമ്മ എന്നെ കാറിനുള്ളിൽ ഇരുത്തി. ഞാൻ ഡ്രൈവ് ചെയ്യണോ, ഞാൻ ബാലുവിന്റെ അച്ഛനോട് ചോദിച്ചു. വേണ്ട, നീ അമ്മയുടെ അരികിലിരുന്നാൽ മതി. അച്ഛന്റെ വാക്കുകൾ അമ്മയ്ക്ക് സന്തോഷം നിറഞ്ഞതായിരുന്നു. ബാലുവിനെ കണ്ടതുപോലെയുള്ള സന്തോഷം അവരുടെ മുഖത്ത്. പുഞ്ചിരിയോടെ ബാലു കൈവീശിക്കൊണ്ട് ഞങ്ങളെ യാത്രയാക്കി. ഞാൻ തല പുറത്തേക്കിട്ട് അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആ രൂപം എവിടേക്കോ അപ്രത്യക്ഷമായി.